നമസ്കാരം. സമയം ഇപ്പോൾ കേരള ടൈം 8 മണി. എത്ര? 8 മണി. എന്തുകൊണ്ടാണ് സമയം പറയുന്നു എന്നുള്ളതല്ലേ? ചില വാത്താളം അടിക്കാരെയൊക്കെ നിങ്ങൾക്കൊന്ന് തുറന്നു കാട്ടിത്തരാനാണ്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിലെ വാത്താളം അടിക്കാറുണ്ടല്ലോ, എന്താണെന്നല്ലേ? സമയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മാധ്യമ കോലുകൾക്ക് മുന്നിൽ നമ്മുടെ വെറും ഡയലോഗ് അടിക്കാരൻ്റെ വാത്താളമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എന്ത് സംഭവിപ്പിക്കും? ഒന്ന് കേട്ടെ. ഞങ്ങൾ ആദ്യഘട്ടം എപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചു വെച്ചേക്കുമല്ലേ. ഞാൻ നിങ്ങളോട് എപ്പോഴേ പറഞ്ഞു 50 സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അപ്പം തന്നെ അന്നത്തെ ദിവസം അനൗൺസ് ചെയ്യാൻ പറ്റും. അന്നത്തെ ദിവസം പ്രഖ്യാപിക്കേണ്ട ദിവസം ഞങ്ങൾക്ക് അനൗൺസ് ചെയ്യാൻ പറ്റും. മറ്റേത് വേണമെങ്കിൽ 24 മണിക്കൂറിനകം അടുത്ത ലിസ്റ്റും ഞങ്ങൾക്ക് അനൗൺസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് എല്ലാ ദിവസവും വന്ന് ചോദിക്കുകയാണ്, ഈ തിങ്കളാഴ്ച എങ്ങനെ ഇത് അനൗൺസ് ചെയ്തിട്ട് മെയ് ആദ്യ വാരത്തേക്ക് തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് മാറ്റിയല്ല പെട്ടുപോവില്ലേ? അതല്ലേ CPM അനൗൺസ് ചെയ്യാത്തത്? അത് കോൺഗ്രസിൽ എന്തോ കുഴപ്പമാണ്, UDF എന്തോ കുഴപ്പമാണ് മട്ടിൽ ഇത് തന്നെ ചോദിക്കല്ലേ ദേവി. കേട്ടല്ലോ. ഇനിയാണ് നമ്മൾ വീണ്ടും തുടക്കത്തിൽ പറഞ്ഞ പോലെ സമയം 8 മണി. 8 മണിയാകുമ്പോൾ 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി 8 മണിയായിരിക്കണം അല്ലേ? ഇന്നലെ രാത്രി 8 മണി മുതൽ ഇന്ന് രാത്രി 8 മണി 24 പക്ഷെ ആ 24 മണിക്കൂറിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിമാരെ മണി പോലെ ഞങ്ങൾ ഉടനടി ഈ നാട്ടിൽ അവതരിപ്പിക്കുമെന്ന് ആരാണ് പറഞ്ഞത്? നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് ചോദിച്ചോ? ഇല്ല. സ്വന്തം നിലയ്ക്ക് ഹീറോ ആവാൻ വേണ്ടിയുള്ള ഗീർവാണാടി ഡയലോഗായിരുന്നു. ആ ഗീർവാണാടി ഡയലോഗാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വെറും വാചകടിക്കാരനാണ് സതീശൻ എന്ന് പറയാൻ കാരണം ഇന്നലെ 4 മണിക്കാണ്, വൈകുന്നേരം 4 മണിയോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വാർത്താ സമ്മേളനം നടന്നത്. 1 മണിക്കൂറിലേറെ നീണ്ട വാർത്താ സമ്മേളനം 5 മണി കഴിയുമ്പോഴാണ് അവസാനിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക, ഇന്നലെ 4 മണി മുതൽ ഇന്ന് വൈകുന്നേരം 4 മണിയാവുമ്പോൾ 24 മണിക്കൂർ വേണ്ട, 5 മണിയാക്കാം. കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ 5 മണിയായല്ലോ. ആ 5 മണി മുതൽ ഇന്ന് വൈകുന്നേരം 5 മണിയായപ്പോഴത്തേക്ക് എത്രയായി? 24 മണിക്കൂറായി. പിന്നെ 6 7 ഇപ്പൊ 8. അതായത് 27 മണിക്കൂറായി. 27 മണിക്കൂറായപ്പോൾ സതീശനോട് മാധ്യമങ്ങൾ ചോദിച്ചു, എവിടെ ലിസ്റ്റ് എന്ന് ചോദിച്ചപ്പോഴുള്ള മറുപടി നിങ്ങൾക്ക് കാണണ്ടേ? നോക്കിയേ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയണ്ട. നിങ്ങൾ തെറ്റായ വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊന്നും അല്ല കാര്യം. നിങ്ങൾ വഷളായി, നിങ്ങളുടെ വിശ്വാസം കണ്ടല്ലോ. നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും അത്രേ. നിങ്ങളുടെ ക്രെഡിബിലിറ്റി. കാര്യം എന്താണ്? എന്നോട് ഞാൻ ഇങ്ങനെ അടിക്കുന്ന ഡയലോഗിനെ കുറിച്ച് പിന്നീട് ചോദ്യം ചോദിക്കാൻ പാടില്ല. ഞാൻ ഇങ്ങനെ ആ സന്ദർഭത്തിൽ ഓരോ ഡയലോഗ് വെച്ച് കാച്ചും. അത് നമ്മളും നിങ്ങളെ മുതലാളിയായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ? അതിൽ പെടാത്ത ഇടയ്ക്കിടയ്ക്ക് സതീശൻ പറയുമല്ലോ ചില മാധ്യമങ്ങൾ, അതിൽ ചിലർ വന്നിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ സതീശൻ പറയാണ്, ഡയലോഗ് അടിച്ച എൻ്റെ അല്ല, ചോദ്യം ചോദിച്ച നിന്റെ ക്രെഡിബിലിറ്റി പോകുമെന്ന്. എന്തോ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് സതീശനും റിയൽ കോൺഗ്രസും. വാക്കെന്ന് പറഞ്ഞാൽ വയനാടുകാർക്ക് കൊടുത്ത വാക്കാണ്. നിങ്ങൾ കണ്ടില്ലേ? വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞ് ഇപ്പോൾ 1.5 വർഷത്തിന് മുകളിലായിട്ടും അവിടെ കല്ലിട്ട് പറ്റിച്ചു. രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് വീഡിയോ കല്ലിട്ടതിന് ശേഷം അവിടെ ഒരു മൺവെട്ടി എടുത്ത് വെട്ടിയിട്ടില്ല. അതുപോലെയാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അധികാരത്തിലേക്ക് വരാൻ വേണ്ടി കിടന്ന് വെപ്രാളപ്പെടുന്നതിനിടയിൽ എന്തൊക്കെ ഷോ ഓഫ് ആണ് കാണിക്കുന്നത്. മാധ്യമ ക്യാമറകൾക്ക് മുന്നിൽ ഡയലോഗ് അടിച്ച് ഹീറോ ആകാൻ ശ്രമിക്കുകയാണ്. ഇതുപോലെ ഒരു തരത്തിലും ആരും ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇടതുപക്ഷത്തുള്ളവർ ഒരു ഗീർവാണമോ ഒരു തരത്തിലുള്ള അവകാശവാദങ്ങളും ഉന്നയിച്ചില്ല. പക്ഷേ സൈലന്റ് ആയിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് 1.5 മണിക്കൂറിനകത്ത് CPIയുടെ സ്ഥാനാർത്ഥിയെ ബിനോയ് വിശ്വം പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ CPMന്റെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് 6 പേർ ഒഴികെയുള്ള മുഴുവൻ പേരുടെയും ലിസ്റ്റ് ഗോവിന്ദ മാഷ് അവതരിപ്പിച്ചു. പക്ഷേ ക്യാമറകൾക്ക് മുന്നിൽ മുൻപ് ഡയലോഗ് അടി ഇല്ലായിരുന്നു, വാചക കസർത്ത് ഇല്ലായിരുന്നു. 24 മണിക്കൂറിനകം വരുമെന്നുള്ള ഹീറോയിസ്റ്റിക് വാചകമില്ല. ആ വാചകം തിരിച്ചു ചോദിക്കുമ്പോൾ ഇന്ന് എന്താണ് അവസ്ഥ? തട്ടിക്കേറുകയാണ്, ക്ഷുഭിതനാവുകയാണ്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഈ മാടമ്പിത്തരത്തിന് വലിയ വാർത്താ പ്രാധാന്യമില്ല. പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ എന്തൊരാഘോഷമായി മാറിയനെ. നോക്കണേ, വിടുവായൻസ് എന്താണെന്നുള്ളതിൻ്റെ അർത്ഥവും അല്ലെങ്കിൽ വാത്താളമടി എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് സതീശന്റെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്ക് പല സന്ദർഭത്തിൽ ഇതുപോലെ കാണാൻ കഴിയും. അതുകൊണ്ട് ചിന്തിക്കൂ, തെരഞ്ഞെടുപ്പ് കാലമാണ്. വാക്ക് പറഞ്ഞിട്ട് ഒന്നിലും ഒരു ചുക്കും നടക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ സകല കാര്യത്തിലും ഇതായിരിക്കും. വാക്കിന്റെ പ്രലോഭനങ്ങളിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ സാമ്പത്തിക തട്ടിപ്പ് കടക്കില്ലേ, മണി ചെയിൻ തട്ടിപ്പ്. നിങ്ങളെ പറഞ്ഞു പറ്റിച്ച് നിങ്ങളിൽ നിന്ന് പണമൊക്കെ തട്ടിക്കൊണ്ടുപോയി പറ്റിക്കുന്ന അവസ്ഥ വരില്ലേ? അതുപോലെ ആയിരിക്കും ഇവരുടെ കയ്യിൽ കിട്ടിയാൽ കേരളത്തിന്റെ അവസ്ഥയെന്ന് ഒന്ന്
ഒന്ന് കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ്.